തന്ന മണ്ണും മണ്ണിൽ പണിയാൻ മനുഷ്യനും ഇല്ലെങ്കിൽ അന്നം തിന്ന കൈകൊണ്ട് മണ്ണ് തിന്നാൻ മനുഷ്യന് എന്നാണല്ലേ ചൊല്ല്. ഇവിടെ ദേ കണ്ണെത്താ ദൂരം വരെ ഇതുപോലെ ഫാമുകളാണ് കേട്ടോ. നിറയെ കൃഷികളാണ്. ഓരോ ഭാഗത്തും ഓരോ ഐറ്റംസ് ആണ് അവർ പിടിപ്പിച്ചേക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ളായിട്ടും പാറക്കല്ലുകളാണ്. വലിയ വലിയ കൂറ്റൻ പാറക്കല്ല് പോലത്തെ മലനിരകളും ഉറവ പൊട്ടി വരുന്ന വെള്ളമാണ് ഇവർ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ചെറിയ മലകളൊക്കെ നിരത്തി മണ്ണ് കൊണ്ടിട്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അത്രയ്ക്കും ഇതിനെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കൂലേ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിലും ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് കിട്ടുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഈ കയറിപ്പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ മാവിൻ തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടപ്പം വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടിലെത്തിയ പോലെ ആയിരുന്നു. ഞങ്ങളുടെ തറവാട് വീടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നിറയെ മാവും കശുവണ്ടിയും നാട്ടുമാങ്ങയും പിന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ താഴത്ത് വലിയൊരു പുഴയുണ്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലായിട്ട് നിറയെ കൊക്കോമരവും ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാ മനസ്സിലോട്ട് HD പിക്ചർ പോലെയാ തെളിഞ്ഞു വരുന്നത്. വല്ലാത്തൊരു നൊസ്റ്റാൾജിക് വൈബ് തന്നെയായിരുന്നു. ഈ സൈഡിൽ നിറയെ ഇതുപോലത്തെ പനയും മാവിൻ തോട്ടവും ആണ് കേട്ടോ ഉള്ളത്. കുറേ തെരഞ്ഞു നോക്കി ഒരു മാങ്ങയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. മാവൊക്കെ പൂത്തു തുടങ്ങിയതേ ഉള്ളൂ. നിറയെ പൂത്ത് കിടക്കുകയാണ്. കായ വന്ന് തുടങ്ങിയിട്ടില്ല. ഓറുപൊട്ടി ഒഴുകുന്ന വെള്ളം അവരിതുപോലെ കുഞ്ഞു കനാലുകളാക്കി വിട്ടുകൊടുത്തിട്ടുണ്ട്. എല്ലാ തോട്ടവും നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഏറ്റവും ടോപ്പിൽ കയറിയാൽ ഇതുപോലെ നമ്മുടെ തോട്ടം ഫുള്ളായിട്ടും കാണാം കേട്ടോ.